കാസർഗോഡ് ജില്ലയിലെ പുത്തിക ഗ്രാമപഞ്ചായത്തിലുള്ള CPMന്റെ ആധിപത്യം തകർക്കാൻ 2005-ലാണ് കോലീബി സഖ്യം ആദ്യ പരീക്ഷണം നടത്തിയത്. ആകെയുള്ള 16 വാർഡുകളിലും ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് CPMനെതിരെ കോലീബി സഖ്യത്തിന്റെ മത്സരം. അങ്ങനെ പുത്തിക ഗ്രാമപഞ്ചായത്തിലുള്ള CPMന്റെ ആധിപത്യം തകർക്കാൻ അന്ന് ഈ സഖ്യത്തിനായി 2 വാർഡുകൾ മാത്രമാണ് CPMന് ലഭിച്ചത്. 2005-ൽ പരീക്ഷിച്ച് വിജയിച്ച കോലീബി സഖ്യം 2010-ലും ആവർത്തിച്ചു. അന്ന് പക്ഷേ ഒറ്റ ചിഹ്നത്തിലായിരുന്നില്ല മത്സരം. പാർട്ടികൾ തമ്മിൽ ധാരണയിലെത്തി പാർട്ടി ചിഹ്നത്തിലായിരുന്നു മത്സരം. 2010-ൽ 5 വീതം സീറ്റുകൾ UDFനും LDFനും ലഭിച്ചപ്പോൾ 4 സീറ്റ് BJPക്ക് കിട്ടി. കോൺഗ്രസിന്റെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ ലീഗിന്റെ ചിഹ്നത്തിലോ മത്സരിക്കാൻ ആളില്ല. BJPയുടെ ചിഹ്നത്തിലും ഇവിടെ മത്സരാർത്ഥിയില്ല. ഇവിടെയുമില്ല, തൊട്ടപ്പുറത്തുള്ള ദേരെടുക്കാന്ന് പറയുന്ന പ്രദേശത്തും അത്തരത്തിലുള്ള ഒരു മത്സരം കാണുന്നില്ല. ഇത് സൂചിപ്പിക്കുന്നത്, വ്യക്തമായ ഒരു സൂചനയാണ് ഞങ്ങൾക്ക് നൽകുന്നത്, അവർ കഴിഞ്ഞ തവണ ഉള്ള അതേ കൂട്ടുകെട്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോയത് എന്ന്. അപ്പം ഇതിന്റെ പിന്നിലുള്ള ഇവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഈ പാർട്ടിയെ ഈ പ്രദേശത്ത് നിന്ന് ഇല്ലാതാക്കുക. കോലീബി സഖ്യം പുത്തികയിൽ BJPയുടെ വളർച്ചയ്ക്കും കോൺഗ്രസിന്റെ തളർച്ചയ്ക്കുമാണ് കാരണമായതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ക്യാമറ പേഴ്സൺ രാജേഷിനൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.